പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എൻ്റെ പേര് അബ്ദുൽ നാസർ ടി കെ. ഞാൻ കോഴിക്കോട് സിജിയിലെ കരിയർ കൗൺസിലറാണ്. മലപ്പുറം ജില്ലയിലെ ചുള്ളിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അക്കാഡമിക് കൗൺസിലറാണ്. 10 വർഷം അസാപ്പിൽ സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം നിലവിൽ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെ നാട്ടിലെ ഒരു സ്ഥിതി, കേരളത്തിലെ പരമ്പരാഗത ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ സയൻസിനാണ് 1ാം സ്ഥാനം രക്ഷിതാക്കളും കുട്ടികളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കൊമേഴ്സ്, അല്ലെങ്കിൽ മാർക്ക് ഇല്ലാത്തവർ ചേരുന്ന ഒരു കോഴ്സായി ഹ്യൂമാനിറ്റീസ് കോഴ്സ് മാറി. ഓക്കെ, ഇതാണ് നിലവിലെ സ്ഥിതി. ഹ്യൂമാനിറ്റീസിന് സ്കോപ്പ് ഇല്ല എന്നാണ് കുട്ടികളും രക്ഷിതാക്കളും പൊതുവെ പറയുന്നത്. ഹ്യൂമാനിറ്റീസിലെ വിഷയത്തിന്റെ ഗതിവിഗതികൾ നിരന്തരം മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം വായന വേണം. ഇന്ന് പത്രങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂമാനിറ്റീസിലെ വലിയൊരു ജോലി സാധ്യതയായിരുന്നു. പക്ഷേ ഇന്ന് ഡിജിറ്റൽ മാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തോടുകൂടി പരമ്പരാഗത പത്രങ്ങൾ പൂട്ടുന്നു. പക്ഷേ മാധ്യമങ്ങൾ ഇല്ലാതാവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരു മാധ്യമ പ്രവർത്തകനായി. ഇതാണ് ലോകത്തെ സ്ഥിതി. അപ്പൊ പറഞ്ഞു വന്നത്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, സോഷ്യൽ വർക്ക്, ആന്ത്രോപോളജി, ലാംഗ്വേജ്, അതേപോലെ ഭാഷകളുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനം അഥവാ ലിംഗ്വിസ്റ്റിക്സ്, ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരും വർഷങ്ങളിലും സാധ്യതകൾ ഉണ്ടാക്കും. ലോക ചരിത്രങ്ങൾ മാറ്റിയെഴുതും, ലോകത്തെ തൊഴിലുകളെ സ്വാധീനിക്കും. അധ്യാപനം, റിസർച്ച്, അതേപോലെയുള്ള മേഖലകളിലൊക്കെ, ഗവൺമെന്റ് ജോലികളിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഇന്നലത്തെ വിവരങ്ങൾ വെച്ച് മറ്റ് സബ്ജക്റ്റുകൾ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഹ്യൂമാനിറ്റീസിലെ വിഷയങ്ങൾ ഓരോ സെക്കൻഡിലും മാറ്റം വരുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി നല്ലൊരു കരിയർ കൗൺസിലറുടെ അടുത്ത് പോയി കൃത്യമായ ഒരു മാർഗനിർദ്ദേശം കിട്ടിയതിനു ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക +1 കോഴ്സുകൾക്ക്. അല്ലാതെ ഈ ജോലികൾ നാട്ടിലെ ഇന്റർനെറ്റ് കഫേക്കാരെയും അക്ഷയ സെന്ററുകാരെയും മാത്രം ഏൽപ്പിക്കരുത്. കാരണം ഇത് നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ 9496470129. എന്റെ സ്വദേശം മാവൂരിലാണ്. എന്തെങ്കിലും ശാസ്ത്രീയമായ കരിയർ സംശയങ്ങൾ, മാർഗനിർദ്ദേശം ആവശ്യമുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹായ് എവരിവൺ, എന്റെ പേര് ഷിജി. കറന്റ് ഞാൻ തൃശ്ശൂർ കാർമിക് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു കുട്ടിക്കും തോന്നുന്നൊരു ഡൗട്ടാണ്, ഏതെടുക്കണം, ഹ്യൂമാനിറ്റീസ് എടുക്കണം, അല്ലെങ്കിൽ സയൻസ് എടുക്കണം. സയൻസ് എടുത്താൽ മാത്രമാണ് എനിക്കൊരു ജോബ് കിട്ടുക എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള പ്രീഡിസ്റ്റിക് മനോഭാവമാണ്. പക്ഷേ നമ്മൾ എന്തെടുക്കുന്നു എന്നതല്ല, പക്ഷേ എടുക്കുന്ന ശേഷം നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ പഠിക്കുന്നു, അതിന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ്, കരിയറായിട്ട് നമ്മളൊരു ഓവർവ്യൂ എങ്ങനെയായിരിക്കും, ആ ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാനൊരു എൻ്റെ ഒരു ഡ്രീം ജോബിലേക്ക് എന്റെ പേര് ഫാദിയ എൻസി. ഞാൻ കറന്റ് മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ചെന്നൈയിൽ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് MSW PG ഫസ്റ്റ് ഇയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ UG കംപ്ലീറ്റ് ചെയ്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വൺ ഓഫ് ദ പ്രിമറി കോളേജായ ഹിന്ദു കോളേജിൽ നിന്ന് BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ്. അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് കോഴ്സ് ചൂസ് ചെയ്യുക എന്നത് ഞാൻ ലൈഫിൽ എടുത്ത വൺ ഓഫ് ദി ബെസ്റ്റ് എവർ ഡിസിഷൻ ആയിരുന്നു. ഹ്യൂമാനിറ്റീസ് സ്ട്രീം എടുത്തതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസിന്റെ സബ്ജക്റ്റിന് വേണ്ടി നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ ഞാൻ കരുതി. നമ്മുടെ അക്കാഡമിക് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കേരളത്തിൽ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് മെഡിക്കൽ, സയൻസ്, അല്ലെങ്കിൽ കൊമേഴ്സ് സ്ട്രീം, അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണ്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റി പോലത്തെ പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റി എത്തിയതിനു ശേഷമാണ് ആർട്സ് സബ്ജക്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ്, എസ്പെഷ്യലി പൊളിറ്റിക്കൽ സയൻസിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ് ഈ സ്ട്രീം. ഹലോ എവരിവൺ, എന്റെ പേര് ജസൽ മുഹമ്മദ്. ഞാൻ പനമര ഗവൺമെന്റ് ഡിറ്റയിലെ DLED കോഴ്സ് ചെയ്തു വരുന്നു. 10ാം ക്ലാസ്സിന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതിനുശേഷം ഏത് കോഴ്സ് എടുക്കണമെന്നുള്ളത്. ഒരു അധ്യാപകനാവണം എന്നുള്ള എന്റെ ആഗ്രഹത്തിലേക്ക് വഴി തെളിയിച്ചത് അന്ന് ഞാൻ ഹ്യൂമാനിറ്റീസ് സ്ട്രീം എടുത്തായിരുന്നു. ഹ്യൂമാനിറ്റീസ് കോഴ്സ് എടുത്തതിലൂടെ അധ്യാപന മേഖലയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ സിവിൽ സർവീസ് മേഖലയിലെ IAS IPS പോലുള്ള ഉയർന്ന കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കാനും എനിക്ക് ഇതിലൂടെ സാധിച്ചു. സയൻസ്, കൊമേഴ്സ് കോഴ്സുകൾക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നതിൽ നിന്ന് മാറി ഹ്യൂമാനിറ്റീസ് കോഴ്സിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു. ഹായ്, ഞാൻ ഷിഫ്ന. BMHMHSS ആനയാങ്കുന്ന് 2018-20 ഹ്യൂമാനിറ്റീസ് ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു. ഞാനിപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റേഴ്സ് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഹിന്ദു കോളേജിൽ വെച്ചാണ് ഞാൻ എന്റെ UG കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു അക്കാദമിക് ബേസ് ഉണ്ടാവുന്നതിനും